ഇന്ന് നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ പാലരുവി വെള്ളച്ചാട്ടത്തിലോട്ടാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായും മനോഹരവുമായ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിലെന്തായാലും പാലരുവി വെള്ളച്ചാട്ടം കാണും. കൊല്ലം ജില്ലയിൽ നിന്നും 78 കിലോമീറ്ററാണ് പാലരുവി വെള്ളച്ചാട്ടത്തിലോട്ടുള്ളത്. പുനലൂരിൽ നിന്നും 38 കിലോമീറ്ററും പ്രശസ്തമായ തെന്മലയിൽ നിന്നും 16 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ളത്. നമ്മുടെ യാത്ര തുടങ്ങിയത് കൊല്ലം ടൗണിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം 2.5 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. അതിനിടയിൽ നല്ല മഴയും പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പാലരുവി വെള്ളച്ചാട്ടം വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ മുതിർന്നവർക്ക് 70 രൂപയാണ് ചാർജ് വരുന്നത്. കൂടാതെ വണ്ടി ഉണ്ടെങ്കിൽ ബൈക്കിന് വേറെ പാർക്കിംഗ് ഫീ, കാറിന് വേറെ പാർക്കിംഗ് ഫീയും വരും. മഴ മുന്നറിയിപ്പ് നോക്കി മാത്രമേ ഇങ്ങോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യാവൂ. കാരണം വളരെ ശക്തമായ മഴയുള്ളപ്പോഴും അതല്ലെങ്കിൽ ശക്തമായ നീരൊഴുക്കുള്ളപ്പോഴും ഇങ്ങോട്ട് ആരെയും പ്രവേശിപ്പിക്കുന്നതല്ല. പണ്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുമായിരുന്നു ഉള്ളോട്ട്. ഇപ്പോൾ പക്ഷേ നമ്മൾക്ക് ഉള്ളോട്ട് പോകാനായിട്ട് ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൽ വേണം ഉള്ളോട്ട് പോകാൻ. ടിക്കറ്റ് എടുത്തതിന് ശേഷം ക്യൂ നിൽക്കണം. അതനുസരിച്ച് വേണം ബസ്സിൽ കയറാനായിട്ട്. പ്രവേശന കവാടത്തിൽ നിന്നും 4 കിലോമീറ്ററാണ് ഉള്ളോട്ടുള്ള യാത്ര. നല്ല നിമിഡ വനത്തിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഒരു ബസ്സിൽ ഒരു സമയം 30 പേരെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കനുസരിച്ചായിരിക്കും ബസ്സിൻ്റെ എണ്ണവും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് പാലരുവി വെള്ളച്ചാട്ടം വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാവുന്നത് എന്ന്. കാരണം നിങ്ങൾക്ക് തന്നെ കാണാം, അത്രയും കൊടും കാട്ടിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഓരോ മുക്കുമൂലയിലും നിങ്ങൾക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ കാണാനാകും. അതുകൊണ്ട് തന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവരുണ്ടാകും. പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ? പാല് പോലെ വെള്ളം പാറയിൽ പതിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പാലരുവി വെള്ളച്ചാട്ടം എന്ന് പേര് വരാൻ കാരണം. അതിശക്തമായ വെള്ളമുള്ള സമയത്ത് ഈ ഭാഗം അടച്ചിടുകയാണ് പതിവ്. ഏകദേശം 300 അടിയാണ് പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആളുകൾ വസിച്ചിരുന്നു എന്നുള്ള തെളിവ് നിങ്ങൾക്കിവിടെ വരുമ്പോൾ മനസ്സിലാകും. ഇവിടെ വെള്ളം പതിക്കുന്ന പാറയിൽ പല ശിവലിംഗങ്ങളും അതുപോലെയുള്ള ദേവദേവതകളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ സമാപിക്കുന്നു. നിങ്ങളിനി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴ നോക്കി വേണം വരാനായിട്ട്.